عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العظيم المنان. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പറുദീസയാകുന്ന സുഖലോക സ്വർഗത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷിക്കേണ്ട സമയങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലോകവും അതിലുള്ള സകല സൃഷ്ടിചരാചരങ്ങളുമെല്ലാം പടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കാനുള്ള കാരണം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടത്തെയുടെ ജന്മമാസമായ പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരു ആശിഖിൻ്റെ അഥവാ ഹബീബിനോട് ഇഷ്ടം വെക്കുന്നവരുടെ കൽബിൽ വല്ലാത്ത ആന്തോളനങ്ങൾ ഉണ്ടാക്കേണ്ട സമയമാണിത്. എന്നാൽ ഹബീബിനോട് യഥാർത്ഥമായ സ്നേഹമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പ്രശ്നമല്ല. അവർക്ക് മറ്റു മാസങ്ങൾ എങ്ങനെയാണോ വരുന്നത് പോകുന്നത് അങ്ങനെ തന്നെയാണ് പരിശുദ്ധമായ റബീഉൽ അവ്വലിനെയും അവർ കാണാറുള്ളത്. എന്നാൽ ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം വലിയ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളെല്ലാം ഇവിടെ കഴിഞ്ഞു പോയത്. അവരൊക്കെ റസൂലുള്ളാഹി തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹത്തെ അവരുടെ കൽബിനകത്ത് സൂക്ഷിച്ച ആളുകളായിരുന്നു. മഹാനാകുന്ന ഇമാം അബുൽ ഹസൻ അലി ഷാദുലി തങ്ങൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ലൗ ഗാബ അന്നി റസൂലുള്ളാഹി ത്വർഫത ഐനിൻ ലമാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. കണ്ണൊന്ന് ചിമ്മി തുറക്കുന്ന ഒരു മില്ലി സെക്കൻഡ് സമയം എൻ്റെ കൽബിൽ നിന്ന് റസൂലുള്ളാഹി എന്ന ചിന്ത മാറിപ്പോയാൽ എന്നെ പിന്നെ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണേണ്ടതില്ല എന്നാണ്. ആര് പറഞ്ഞു? ഇമാം അബുൽ ഹസൻ അലി ഷാദുലി തങ്ങൾ പറഞ്ഞത്. കണ്ണൊന്ന് ചിമ്മി തുറക്കുന്ന ആ ഒരു അല്പസമയമെങ്കിലും അള്ളാൻ്റെ ഹബീബിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ കൽബിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങളിൽ എണ്ണപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ ഒരു അല്പസമയം പോലും അള്ളാൻ്റെ ഹബീബിനെ കുറിച്ചുള്ള ചിന്ത അവരുടെ കൽബിൽ നിന്ന് മാറിപ്പോവില്ല എന്ന്. അത്രയും അവർ സദാസമയവും ഹബീബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ ഹബീബിനെ സ്നേഹിച്ചത് എത്രത്തോളമാണ്? നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം നമ്മുടെ മനസ്സിലേക്ക് നേരെ മറിച്ചാണ് പറയേണ്ടത്. ഒരു മില്ലി സെക്കൻഡ് എങ്ങാനും നമ്മളെ മനസ്സിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് പറയണം നമ്മളൊക്കെ. കാരണം നമ്മളൊക്കെ പ്രശ്നത്തിലാണ്. നമ്മളെ ബിസിനസ്, നമ്മുടെ കച്ചവടം, നമ്മുടെ യാത്രകൾ, നമ്മുടെ പ്രാരാബ്ദങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, ഇതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരതല്ല. അവരെല്ലാറ്റിൻ്റെയും മേലെ കണ്ടത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, കണ്ണൊന്ന് ഇമവെട്ടി തുറക്കുന്ന സമയമെങ്ങാനും റസൂലുള്ളാഹി എന്ന ചിന്ത എൻ്റെ കൽബിൽ നിന്ന് മാറിപ്പോയാൽ ലമാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ, പിന്നെ എന്നെ മുസ്ലിമീങ്ങളിൽ നിങ്ങൾ കണക്കാക്കേണ്ടതില്ല.
അത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവിടത്തെക്കുറിച്ച് ആലോചിക്കുകയും അവിടത്തെയുടെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്ത് ജീവിച്ചവരാണവർ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മഹത്തുക്കളാകുന്ന ആളുകൾ വലിയ വലിയ വിജയത്തിലെത്തിയതും അതുകൊണ്ട് തന്നെയാണ്. മഹാനാകുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് ധാരാളം മദ്ഹുകൾ പാടിക്കൊണ്ടിരുന്നവരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അവിടത്തെയുടെ മുന്നിലിരുന്നു കൊണ്ട് റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ ഇങ്ങനെ പാടുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഹയാത്ത് കാലത്ത് നബി തങ്ങൾ അതിനെ എതിർത്തിട്ടില്ല, അത് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അത് ചെയ്ത ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും അവിടത്തേക്ക് വേണ്ടി മുസ്തഫ നബി തങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയുമാണ് ചെയ്തത്. പക്ഷെ ഇന്ന് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഇത് റസൂലുള്ള ചെയ്തിട്ടുണ്ടോ, അത് സ്വഹാബത്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ എന്നൊരവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈമാനിൻ്റെ നിലവാരം കുറയുന്നു എന്നുള്ളതാണ്. മുൻഗാമികളാകുന്ന ആളുകൾ അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചത്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പാടിയിട്ട് ഒരുപാട് പ്രകീർത്തനങ്ങൾ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് പറഞ്ഞു. വസുലുസൂക കാഫൂറുൻ വറുബൂക അംബറൂ വഖുമുസൂക യാഖൂത്തുൻ വബാഖീക ജൗഹറൂ. അങ്ങ് 1/3 കസ്തൂരിയാണ്. അവിടത്തെയുടെ ശരീരത്തിൻ്റെ സുഗന്ധത്തെ വർണ്ണിക്കുകയാണ്. 1/3 കസ്തൂരിയാണ്, 4/1 അമ്പറാണ്. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണ് മഹാനാകുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന സ്വഹാബി. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഹബീബായ തങ്ങളെ അങ്ങ് അടിമുടി അമൂല്യമാണ്, സുഗന്ധമാണ്. റസൂലുള്ളാഹിന്റെ ശരീരം അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങളെ മനാമിൽ സ്വപ്നത്തിൽ കണ്ട ആളുകൾക്ക് പോലും ആ റസൂലുള്ളാഹിന്റെ സുഗന്ധം അനുഭവിച്ചിട്ടുണ്ട്. കാരണം താജു സ്വലാത്ത് നമ്മളൊക്കെ ചൊല്ലാറുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ടല്ലോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വാഹിബി താജി വൽ മിഅറാജി വൽ ബുറാഖ് വൽ അലം ദാഫിഇൽ ബലായി എന്ന് തുടങ്ങിയിട്ട് ജിസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ മുതഹ്ഹറുൻ മുനവ്വറുൻ, അഥവാ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ തിരുശരീരം അത് ഏത് സമയത്തും ഏതവസ്ഥയിലും സുഗന്ധപൂരിതമാണ്. കാരണം അത് മനസ്സിലാക്കിയിട്ട് ജീവിച്ചവരാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളടക്കമുള്ള സ്വഹാബത്ത്. റസൂലുള്ളാഹിന്റെ പൊന്നുമോള് സയ്യിദത്തുനാ ഫാത്തിമത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള ഒരുപാട് സ്വഹാബി വനിതകളും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളോട് ഫാത്തിമ ബീവി പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ ഹബീബെ അങ്ങേ എനിക്കൊന്ന് കാണണം നബിയെ. തൻ്റെ മകൾ പിതാവിനോട് പറയാണ്, നബിയെ അങ്ങേ എനിക്കൊന്ന് കാണണം. മുത്തുനബി പറഞ്ഞു, ഫാത്തിമ ഞാനല്ലേ ഇത്, നീയല്ലേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല കാണേണ്ടത്, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെയാണ് എനിക്ക് കാണേണ്ടത്. റസൂലായ നബി തങ്ങളെയാണ് കാണേണ്ടത്. ഉടനെ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ കണ്ണൊന്ന് ചിമ്മിക്കോളൂ. ഫാത്തിമ ബീവി കണ്ണ് ചിമ്മിപ്പിടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, തുറന്നോളൂ മോളെ ഫാത്തിമ. ഫാത്തിമ ബീവി കണ്ണങ്ങ് തുറന്നപ്പോൾ മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ അഥവാ ഇരു ചക്രവാളങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്തൊരു പ്രകാശം പോലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹ്മൂദ്
സഫാത്ത് മാലയിൽ നോക്കിയാൽ കാണാമല്ലോ, ഇത് തിങ്കൾ നബിയോരെ മശ്രീഖും മഗ്രിബും തിങ്ങിക്കൊണ്ടാറ്റൽ ബി ഫാത്തിമ കണ്ടോവർ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ മനസ്സിലാക്കി ജീവിച്ചവരാണവർ. മാത്രമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ നിഴല് പോലെ കൂടെ നടന്നവരല്ലേ. ഗാർ തൗറിന്റെ അകത്തളങ്ങളിൽ വലിയ സർപ്പം കൊത്തിയപ്പോഴും അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് സമാധാനമായിട്ട് കൂട്ടിരുന്നല്ലോ. എന്തേ ആ പാമ്പ് കൊത്താനുള്ള കാരണമെന്നറിയോ? കാലങ്ങൾക്ക് മുമ്പ് മൂസാ കലീമുല്ലാഹിയുടെ കാലഘട്ടത്തിൽ ആ പാമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പ്രവാചകൻ അവസാനമായിട്ട് വരാനുണ്ടെന്നും ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഇത്യാദി ചരിത്ര സംഭവങ്ങൾ നടക്കാനുണ്ടെന്നും കുഫാറുകളിൽ നിന്ന് അഭയം പ്രാപിക്കാൻ ഈ ഗുഹയിൽ ആ ഹബീബായ തങ്ങൾ വന്നിരിക്കുമെന്നും ഇതെല്ലാം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഹബീബിനെ കാണാൻ വേണ്ടി വന്നിരുന്ന പാമ്പാണത്. ആ ഒരു ചെറിയ വിടവ് കണ്ടപ്പോൾ ശത്രുക്കൾ മുസ്തഫായ നബി തങ്ങളെ കണ്ടുപോകുമോ എന്ന പേടി കൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തൻ്റെ തള്ളവിരൽ കൊണ്ട്, കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ആ ദ്വാരമങ്ങ് അടച്ചു പിടിച്ചപ്പോഴാണ് ആ പാമ്പ് കൊത്തിയത്. കാരണം ആ ഒരു ചെറിയ വിടവിലൂടെയാണ് ഹബീബായ തങ്ങളുടെ പൂനിലാവ് പെയ്യുന്ന പൂർണ്ണചന്ദ്രൻ്റെ ശോഭ പോലെ വെട്ടിത്തിളങ്ങുന്ന പൂമുഖം അതേവരെ ആ പാമ്പ് കണ്ടുകൊണ്ട് ആസ്വദിച്ചിരുന്നത്. സിദ്ദീഖ് തങ്ങളുടെ കാലുകൊണ്ട് ആ വിടവങ്ങ് അടച്ചപ്പോൾ പാമ്പിന് ഹബീബായ തങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. അതാ പാമ്പിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്ങനത്തെ ഹബീബായ തങ്ങൾ, ഹബീബായ റസൂലുള്ളാഹിനെ സിദ്ദീഖ് തങ്ങൾ സ്നേഹിച്ചതെങ്ങനെയാണ്? അവിടുന്ന് വഫാത്തിൻ്റെ മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ഞാനീ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ, അഥവാ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണേ, എൻ്റെ ജനാസ നിങ്ങൾ മറവ് ചെയ്യണേ. എന്നിട്ട് ഹബീബായ തങ്ങളുടെ എൻ്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ഹബീബായ തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെ ചാര കൊണ്ടുപോയിട്ട് എൻ്റെ ജനാസ അവിടെ കിടത്തിയിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിനോട് നിങ്ങൾ പറയണേ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇതാ സിദ്ദീഖിൻ്റെ ജനാസയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങ് അനുവാദം തന്നാൽ അങ്ങയുടെ ചാരത്ത് സിദ്ദീഖ് എന്നവരെ മറവ് ചെയ്യാം. അതല്ല അങ്ങേക്ക് അനുവാദമില്ലെങ്കിൽ അങ്ങ് കിടക്കുന്നതിൻ്റെ ഏകദേശം ഒരു 200 മീറ്ററോളം അകലം നിൽക്കുന്ന ജന്നത്തുൽ ബഖിയ എന്ന് പറയുന്ന ലക്ഷക്കണക്കായ സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാനാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ അതാ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. കൂട്ടുകാരനെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് തന്നെ കൊണ്ടുവന്നോളൂ, ദൂരെ കൊണ്ടുപോയി മറവ് ചെയ്യണ്ട. കൂട്ടുകാരനെ തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് തന്നെ മറവ് ചെയ്തോളൂ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തിൻ്റെ മുന്നേ പറയാ സ്വഹാബത്തിനോട്, കൂട്ടുകാരോടെന്ത്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ എൻ്റെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഹബീബായ മുത്തുനബി തങ്ങളുടെ റൗളയുടെ ഖബർ ഷരീഫിൻ്റെ ചാര കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ പറയണം, ഇത് സിദ്ദീഖ് എന്നവരുടെ ജനാസയാണ്. അങ്ങേക്ക് അനുവാദമുണ്ടെങ്കിൽ ഇവിടെ മറവ് ചെയ്യും, ഇല്ലെങ്കിൽ ബഖിയഉൽ ഗർഖദിലേക്ക് മറവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയണം. ഉടനെ ഖബറിൽ നിന്ന് മറുപടി വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. അപ്പോൾ ആ രീതിയിൽ എത്രത്തോളമാണ് അവർ തമ്മിലുള്ള ബന്ധം ചിന്തിച്ചു നോക്കൂ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഹബീബായ തങ്ങൾക്ക് സംരക്ഷണമൊരുക്കിയവരാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്തിനേറെ ബദ്ർ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവാണ്. ആ യുദ്ധത്തിൽ പോലും റസൂലുള്ളാഹി തങ്ങളെ വകവരുത്താനാണ് ശത്രു സൈന്യം എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി നടക്കുന്നത്. അങ്ങനത്തെ ഹബീബായ തങ്ങൾക്ക് സ്വഹാബത്ത് ഒരുക്കിക്കൊടുത്ത കൂടാരത്തിൻ്റെ മുന്നിൽ കാവല് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച വന്നപ്പോഴും
ഹബീബായ റസൂലുള്ളാഹിൻ്റെ മറ്റു സഹാബത്തുകളൊക്കെ ചർച്ചയിലാണ്. ആരാണ് അവിടെ കാവൽ നിൽക്കുക? പലർക്കും അവിടെ നിൽക്കാനുള്ള ധൈര്യം വരുന്നില്ല. ഈ ചർച്ചയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടന്നു വരുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ അന്വേഷിച്ചു, എന്താണ് ചർച്ച? ചർച്ച റസൂലുള്ളാഹിൻ്റെ കൂടാരത്തിന് ആര് കാവൽ നിൽക്കും എന്നുള്ളതാണ്. ഉടനെ തന്നെ ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ കൂടാരത്തിന് കാവൽ നിൽക്കുന്ന ഉത്തരവാദിത്തം അത് ഞാൻ ഏറ്റെടുത്തോളാം, അത് നിങ്ങളാരും ചെയ്യേണ്ടതില്ല. നമ്മളാണെങ്കിലോ തടി കിട്ടിയാൽ തവിടെ ഇരുന്നെന്ന് വെച്ചിട്ട് പോയും. കാരണം എന്താ? ഈ വന്ന ശത്രുക്കൾ മുഴുവനും ലക്ഷ്യം വെക്കുന്നത് ആരെയും? ഹബീബായ മുത്തനബി തങ്ങളെ. അപ്പോൾ ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടേക്കാമല്ലോ. പക്ഷെ എന്നിട്ട് പോലും ആ തിരിച്ചറിവുണ്ടായിട്ട് പോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിൻ്റെ കൂടെ തന്നെയാണ് നിന്നത്. അവിടുന്ന് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ റസൂലുള്ളാഹിൻ്റെ കൂടാരത്തിന് കാവൽ നിന്നോളാം, ആ ഉത്തരവാദിത്തം മറ്റൊരാൾക്കും ഞാൻ നൽകുകയില്ല. എന്തിനേറെ പറയുന്നു സഹോദര, ആകാശത്തുള്ള സൂര്യനോട്, ചന്ദ്രനോട്, നക്ഷത്രങ്ങളോട് ചോദിക്കുക, ആരാ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെന്ന്. ആ സൂര്യൻ പറയും റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ കയ്യിൻ്റെ ആംഗ്യം കണ്ടപ്പോ രണ്ട് പാർശ്വങ്ങളിലേക്ക് പോയ അമ്പിളിയാണതെന്ന്. സൂര്യനോട് ചോദിച്ചാൽ പറയും അൾട്രാ വയലറ്റ് രശ്മികൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഞാൻ പതിപ്പിച്ചിട്ടില്ല. അങ്ങനെ തുടങ്ങി ഭൂമിയിലെ മണ്ഡലികളോട്, സകല സൃഷ്ടിചരാചരങ്ങളോട് ചോദിച്ചാലും അവക്കെല്ലാം ഹബീബായ തങ്ങളെ അറിയുന്നതാണ്. എന്നാൽ ഹബീബായ തങ്ങളെ അറിയാത്തത് ആർക്കെന്നറിയോ? വിശേഷ ബുദ്ധി നൽകിയ ആ ഹബീബായ തങ്ങളെ കൊണ്ടാ നമ്മളുണ്ടായത്. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന വിശേഷ ബുദ്ധിയുള്ള നമുക്കാണ് ആരാണ് ഹബീബായ തങ്ങളെന്ന് തിരിച്ചറിയാൻ പ്രയാസമുള്ളത്. അല്ലാഹു നമുക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്തിനേറെ പറയുന്നു, ഒരു ഉണങ്ങിയ ഈത്തപ്പന മടലിന് പോലും, ഒരു ഈത്തപ്പനയുടെ മട്ടലിന് പോലും അത് റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്ന് മനസ്സിലായല്ലോ. സ്വഹാബത്ത് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഞങ്ങളൊരു പുതിയ മിമ്പർ വാങ്ങി തരട്ടെയോ, ഒരു പുതിയ മിമ്പർ ഉണ്ടാക്കി തരട്ടെയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളൂ. അങ്ങനെ സ്വഹാബത്ത് ഒരു പുതിയ മിമ്പർ വാങ്ങി കൊടുക്കുകയാണ്. ആ പുതിയ മിമ്പറിൽ റസൂലുള്ളാഹി തങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോൾ അതാ ഒരു ചെറിയ പിഞ്ചോമന പൈതലിൻ്റെ തേങ്ങൽ പോലെയുള്ള തേങ്ങിക്കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. എവിടെ നിന്നെന്നറിയോ? അതുവരെ റസൂലുള്ളാഹി തങ്ങൾ ചാരി നിന്ന് ഖുതുബ നിർവഹിച്ച ആ ഉണങ്ങിയ ഈത്തപ്പന മട്ടലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം എൻ്റെ അടുക്കൽ നിന്നിട്ടാണല്ലോ ഹബീബ് ഖുതുബ നിർവഹിച്ചത്, അവിടെ നിന്ന് എന്നെ തനിച്ചാക്കി പോവുകയാണോ എന്ന ചിന്തയിലാണ് ആ ഈത്തപ്പന മട്ടൽ കരഞ്ഞു പോയത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ മദീനയിലെ മസ്ജിദുൻ നബവി, ഒരുപാട് തൂണുകളുണ്ട് ആ മസ്ജിദുൻ നബവിക്ക്. ആ മസ്ജിദുൻ നബവിയിലെ തൂണിൽ പ്രധാനപ്പെട്ടൊരു തൂണാണ് ഉസ്തുവാനത്തു ഹന്നാന. ഒരുപാട് തൂണുകളുണ്ട്. ഉസ്തുവാനത്തു ആയിഷ, ഉസ്തുവാനത്തു ജബ്രായിൽ, ഉസ്തുവാനത്തുൽ വഫൂദ്, ഉസ്തുവാനത്തുൽ ഹിർസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് തൂണുകൾ മദീനത്തെ പള്ളിക്കുണ്ട്. ആ ഓരോ തൂണുകൾക്കും വ്യത്യസ്തങ്ങളായ ചരിത്രം പറയാനുണ്ട്. പക്ഷേ ഉസ്തുവാനത്തു ഹന്നാന എന്ന് പറയുന്ന തൂണിൻ്റെ ചരിത്രം എന്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പുതിയ മിമ്പറിലേക്ക് ഖുതുബ നിർവഹിക്കാൻ കയറിയപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തേങ്ങിക്കരഞ്ഞ് ഈത്തപ്പന മട്ടലുണ്ടല്ലോ, അതിരുന്ന സ്ഥാനത്തുള്ള തൂണിൻ്റെ പേരാണ് ഉസ്തുവാനത്തു ഹന്നാന. അല്ലാഹുവിൻ്റെ
ഹബീബ് വന്നിട്ട് ചേർത്ത് പിടിച്ച ഈത്തപ്പന മട്ടലിനോട് പറഞ്ഞു, നാളെ സുഖലോക സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരമാകാൻ ഞാൻ റബ്ബിനോട് ദുആ ചെയ്തോളാം, കരയല്ലേ എന്ന് പറഞ്ഞ് മുസ്തഫ നബി തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ്. എന്തിനെയാണ് ആശ്വസിപ്പിച്ചത്? ഒരു ഉണങ്ങിയ ഈത്തപ്പന മട്ടലിനെ. അവർക്ക് മനസ്സിലായി ആരാ ഹബീബായ തങ്ങളെന്ന്. നമുക്കത് മനസ്സിലായിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല ബോധം നൽകണേ അല്ലാ. ഇന്ന് നമുക്കെന്തിനേ സമയമുള്ളൂ? നമുക്ക് എന്തിനേയും എതിരിടാനും അങ്ങനൊക്കെ ഇപ്പം ഉണ്ടോ, അത്രയൊക്കെ ആവശ്യമുണ്ടോ എന്നൊരു പ്രത്യേകമായൊരു വൈബിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതുകൊണ്ടല്ലാതെ ഹബീബായ തങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരാൾക്ക് ദുന്യാവിലും രക്ഷപ്പെടാൻ പറ്റൂല, ആഖിറത്തിലും രക്ഷപ്പെടാൻ പറ്റൂല. അങ്ങനെ പറ്റുമെന്ന് ആരെങ്കിലും പ്രാമാണികമായിട്ട് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ പറയണ പണി ഞാൻ ചെയ്യും. അള്ളാൻ്റെ ഹബീബ് ഇല്ലാതെ ഒരു മനുഷ്യന് ഒരിക്കലും രണ്ട് ലോകം കഴിച്ചിലാവില്ല. അതാ രസം. അപ്പം നിങ്ങൾക്ക് തോന്നും, ഞങ്ങളിപ്പോൾ സലാത്തിന് പോയിട്ടാ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് എല്ലിയിട്ടാ, എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടണില്ലേ? കിട്ടും, അള്ളാഹു തരും. എന്തിനാണ് അള്ളാഹു ഇതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ധാരാളം ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇബാദത്തിൻ്റെ സമയങ്ങളെപ്പോലും നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ സേവനങ്ങളും നമ്മുടെ കൂലിവേലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? തരും. ഇബാദത്തിന് സമയം കണ്ടെത്താത്ത വിധത്തിൽ ജോലി ചെയ്യുന്നവർക്ക് എന്നും ജോലി ഉണ്ടാവും, അതിനൊരു സംശയമില്ല. എന്നും ജോലി ഉണ്ടാവും, നല്ല വരുമാനം ഉണ്ടാവും. പക്ഷേ കഷ്ടപ്പാടിൽ നിന്ന് അവനക്ക് മോചനം ലഭിക്കില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കഷ്ടപ്പാടിൽ നിന്ന് അവനക്ക് മോചനം ലഭിക്കൂല. ചിന്തിച്ചാൽ കാണി, നമ്മൾ ചില ആളുകൾ നമ്മളൊക്കെ പറയും, മോൻ എത്ര റുപ്യ അയക്കണുണ്ട്, ചെറിയ മോൻ എത്ര അയക്കണുണ്ട്, എനിക്ക് കടലിൽ പോയിട്ട് ആഴ്ചയിൽ 10-15,000 റുപ്യ അത് അങ്ങനെ ഉണ്ട്. എന്താ ഉസ്താദേ അങ്ങോട്ട് പോണില്ല? എന്തേ കാര്യം? അടിത്തറ പേക്കുമ്പോഴാണ്. അടിത്തറയിൽ പിഴവ് സംഭവിക്കുമ്പോൾ, ഉദാഹരണം പറയാം, നമ്മളൊരു പുതിയ ബിൽഡിങ് കെട്ടുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? കിള കീറും, എന്തായാലും പറയാം, പാതകം കീറുക അല്ലേ? കീറിയിട്ട് ഫൗണ്ടേഷൻ ചെയ്തിട്ടാണ് നമ്മൾ റെഡിയാക്കുക. ഈ അടിയിൽ പാതകത്തിന് കല്ലിടുന്നതിന് പകരം പള്ളിക്കാട്ടിൽ നിന്ന് കുറച്ച് പൊന്തിൻ ചമ്മലൊക്കെ പാടെ കൊണ്ടുപോയിട്ടിട്ടിട്ട് അതിൻ്റെ മേലെ ബെൽറ്റിട്ടിട്ട് പെരണ്ടാക്കി പടുക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാവും, പൊളിഞ്ഞു വീഴൂലേ? എന്നതുപോലെ നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ അതിനി പുറത്തൊരാളോട് നമ്മൾ പങ്കുവെച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കളങ്കം അനുഭവപ്പെട്ടാൽ ചീട്ട് കൊട്ടാരം പോലെ നമ്മുടെ ഈ വിശ്വാസം തകർന്ന് തരിപ്പണാവുന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ. നമുക്ക് സമയം ഒന്നിനും ഇന്ന് സമയമില്ല. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനടക്കം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? അബ്ദുള്ളക്കും വേണ്ടിയിട്ട്. അബ്ദുള്ളാനെ കാണാനല്ല, പൈസക്കും വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ പൈസ മതിയല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ ഇബാദത്തിന് ചെലവഴിച്ചു? ബാക്കി സമയങ്ങളെ മുഴുവനും എന്തിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചു? ഓരോന്നിടത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ വരുമാനത്തിനേക്കാരം. അതും കൂലിയാണ്. നിയ്യത്ത് നന്നാക്കിയാൽ മതി. നിയ്യത്ത് നന്നാക്കിയാൽ അതും കൂലിയുള്ള കാര്യമാണ്. പക്ഷേ സമ്പത്ത് ഒന്നിനും പരിഹാരമല്ല. സമ്പത്ത് കൊണ്ട് പരിഹാരമുണ്ടാകുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ഒരാൾക്കും സമ്പത്ത് ഒന്നിനും എന്തല്ല ഒരു പ്രതിവിധിയും കൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ലേ നമ്മുടെ ചരിത്രങ്ങളും നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം ഇതെല്ലാം സമ്പാദിച്ച് കൂട്ടി നമ്മുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും ഒന്നും ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട്.
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, എൻ്റെ അഭിപ്രായമല്ല. ആ ദിവസത്തിൽ നമുക്ക് ഉപകാരം കിട്ടുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് സലീമായ ഖൽബോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടെ മരിച്ചിട്ട് പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകൾക്കേ രക്ഷപ്പെടാനാകൂ. എൻ്റെ മൂത്ത മകൻ്റെ ശമ്പളം 1.5 ലക്ഷമാണ്, രണ്ടാമത്തെ മകൻ 50,000, മറ്റു കുട്ടികളെല്ലാവരും കൂടി എല്ലാ മാസവും എനിക്കൊരു 50,000 തരുന്നുണ്ട്. ഇതൊന്നും നിന്റെ രക്ഷയുടെ മാർഗങ്ങളല്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മൾ സമ്പത്തിനെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മളൊക്കെ സത്യത്തിൽ ഒരു അശ്രദ്ധയിലൂടെയാണ് പോവുക. ഒരുപാട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, ഒരു നല്ല തുണി കുപ്പായം കൂടി നമ്മൾ കൊടുക്കൂല, നല്ലൊരു ഭക്ഷണം നമ്മൾ കഴിക്കൂല. പിന്നെ എന്താ അതുകൊണ്ട് മെച്ചമുള്ളത്? സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അൽമാലു യസ്തരി സരീറ വലാ യസ്തരി നൗബ. ചിന്തിച്ചോക്കാണി, സമ്പത്ത് കൊണ്ട് കട്ടിൽ വാങ്ങാൻ പറ്റും, പക്ഷേ സമ്പത്ത് കൊണ്ട് ഉറക്കത്തെ വാങ്ങാൻ പറ്റൂല. പറ്റുമോ? സമ്പത്ത് കൊണ്ട് ഉറക്കത്തെ വാങ്ങാൻ പറ്റൂല. കട്ടിൽ എത്ര മുന്തിയതും വാങ്ങാം, എത്ര വലിയ ആക്ഷനുള്ള ബെഡും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു ആട്ടം ആടിയാൽ ഒരു 4 ആട്ടം ഫ്രീ ആയിട്ട് ആടുന്ന നല്ല ആക്ഷനുള്ള കട്ടിലുകളൊക്കെ നല്ല പൈസ കൊടുത്താൽ കിട്ടും. പക്ഷേ ആ കട്ടിലിൽ കിടന്നാൽ ഉറങ്ങുക എന്ന ആ ഉറക്കം റബ്ബ് തന്ന നിഅമത്ത് അത് പൈസ കൊടുത്താൽ കിട്ടൂല. അതാര് തരണം? അള്ളാഹു തരണം. സമ്പത്ത് കൊണ്ട് വാങ്ങാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത് അൽമാലു യസ്തരി സരീറ വലാ യസ്തരി നൗബ. സമ്പത്ത് കൊണ്ട് കട്ടിൽ വാങ്ങാം, പക്ഷേ ഉറക്കത്തെ വാങ്ങാൻ പറ്റൂല. അൽമാലു യസ്തരി സാ. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് നല്ല മുന്തിയ വാച്ചുകൾ വാങ്ങിക്കാൻ പറ്റും. ചില ബ്രാൻഡുകളെ നോക്കി തിരഞ്ഞെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല നല്ല വാച്ചുകൾ വാങ്ങാൻ പറ്റും. പക്ഷേ വാച്ചുകൾ എന്തിനുപയോഗിക്കുന്നു? സമയമറിയാൻ. ആ സമയത്തെ വാങ്ങാൻ വലാ യസ്തരി സമൻ, സമയത്തെ വാങ്ങാൻ ഒരിക്കലും തന്നെ സമ്പത്ത് കൊണ്ട് പറ്റൂല. ഞാൻ നിങ്ങളോട് പറയുന്നു, 1 കോടി രൂപ തരാം, 1 മിനിറ്റ് എന്ന് പറയുന്ന അള്ളാഹു തന്ന ആയുസ്സിലെ ആ സമയത്തെ നിങ്ങൾ പകരം എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സമ്പത്ത് കൊണ്ട് പൈസ കൊടുത്ത വലിയ വാച്ചുകളൊക്കെ വാങ്ങാം. ഇന്ന് ഫോറിൻ മാർക്കറ്റിലേക്കാണ്ട് പോയാൽ അവിടെയുള്ള വാച്ചൊന്നും കെട്ടാൻ പറ്റിയ കൈ അമ്മക്കില്ല എന്നുള്ളതേ ഉള്ളൂ. അത്ര ദർജ കൂടിയ വാച്ചുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വാച്ചുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുമെങ്കിലും സമയത്തെ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ അൽമാലു യസ്തരി ഖുതുബൽ അഖ്ലാഖ്, സ്വഭാവ സംസ്കരണത്തിൻ്റെ സ്വഭാവ ക്രമീകരണങ്ങളുടെ ഗ്രന്ഥങ്ങളെയും കിതാബുകളെയും പുസ്തകങ്ങളെയും ഒരുപാട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലേ? പല ബുക്ക് സ്റ്റാളുകളിലും ലൈബ്രറികളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ സന്താന ശിക്ഷണത്തെക്കുറിച്ചും എങ്ങനെ മക്കളെ വളർത്തണമെന്നതിനെക്കുറിച്ചും അത്യാധുനിക രീതിയിൽ ഇന്ന് ഒരു സൈബർ ലോകത്തേക്ക് ഭ്രമം ബാധിച്ച മക്കളാണെങ്കിൽ പോലും അവരെ എങ്ങനെ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഗഹനമായി ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളുടെ പുസ്തകമൊക്കെ ഇന്ന് ബുക്ക് സ്റ്റാളുകളിൽ വാങ്ങാൻ കിട്ടും. അഥവാ സ്വഭാവ ക്രമീകരണങ്ങളുടെ പുസ്തകങ്ങളെ വാങ്ങിക്കാൻ പറ്റും. വലാ യസ്തരിൽ അഖ്ലാഖ്, സ്വഭാവം എന്നത് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റൂല. നോക്കാം നിങ്ങൾ. അതുപോലെ തന്നെ അൽമാലു യസ്തരി ദവാ, സമ്പത്ത് കൊണ്ട് മരുന്ന് വാങ്ങാൻ പറ്റും. നിങ്ങൾ ഏത് മരുന്നാണോ വൈദ്യൻ കൽപ്പിക്കുന്നത് ആ ചീട്ട് കൊണ്ടുപോയിട്ട് ആ സ്ഥാപനത്തിൽ കൊടുത്താൽ അവരത് നോക്കിയിട്ട് ഉള്ള മരുന്നുകൾ എടുത്തു തരും. ഇല്ലാത്തത് നമ്മളോട് പറയും അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിക്കോളൂ, ഇവിടെ അതില്ല എന്ന്. അത് അലോപ്പതിയിലായാലും ആയുർവേദത്തിലായാലും ഹോമിയോപ്പതിയിലാണെങ്കിലും ഏതൊക്കെ ഇന്നത്തെ അത്യാധുനികമായിട്ടുള്ള അക്യൂപങ്ക്ചർ ചികിത്സാ രീതിയിൽ എന്തൊക്കെയുണ്ടോ, ഏത് സംവിധാനങ്ങളാണെങ്കിലും അതെല്ലാം ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അൽമാലു യസ്തരി ദവാ വലാ യസ്തരി ശിഫ. സമ്പത്ത് കൊണ്ട് മരുന്നുകൾ വാങ്ങാം. സമ്പത്തുകൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചികിത്സാ രീതികളുണ്ടോ, അത് കപ്പിംഗ് തെറാപ്പി ആവട്ടെ, ഹിജാമയാവട്ടെ, അതല്ല എങ്കിൽ മറ്റേതൊക്കെ സംവിധാനങ്ങളുണ്ടോ, എന്ത് ഒഴിച്ചിലായാലും പിഴിച്ചിലായാലും എല്ലാം ഉണ്ടാകും. പക്ഷേ വലാ യസ്തരി ശിഫ, അതിൽ നിന്ന് ആ സമ്പത്ത് കൊണ്ട് ശിഫയെ, ശമനത്തെ, രോഗം മാറുക എന്നൊരവസ്ഥ സമ്പത്ത് കൊണ്ട് വാങ്ങാൻ പറ്റൂല നമുക്ക്.
രോഗശമനം എന്നൊരു സംഗതിയെ വാങ്ങാൻ കിട്ടുമെങ്കിൽ നമ്മൾ ഇത്രയും ഗുളികകളും മരുന്നുകളും കഴിക്കുന്നതിന് പകരം 2 സ്പൂൺ ഷിഫ കുടിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഹോമിയോയിലും യുനാനിയിലൊക്കെ ഹബ്ബെ ഷിഫ എന്നുള്ളൊരു ഗുളികയുണ്ട്, ചെറിയ ഗുളികയാണ്. അത് കുടിച്ചാൽ സകലം മാറുന്നല്ല, ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമാണ്. ഹബ്ബെ ഷിഫ എന്ന്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതുകൊണ്ട് ഇപ്പം എന്താ നമുക്ക് മനസ്സിലായി? സമ്പത്ത് കൊണ്ട് കട്ടിൽ വാങ്ങാം. കട്ടിലുമ്പോൾ കിടന്നാൽ ഉറക്കം കിട്ടണമെങ്കിൽ ആര് വിചാരിക്കണം? അള്ളാഹ് വിചാരിക്കണം. അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ട് നമുക്ക് വാച്ചുകൾ വാങ്ങാം. വാച്ചിൽ അറിയുന്ന നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്തെ നമുക്ക് വാങ്ങാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സ്വഭാവ സംസ്കരണത്തിൻ്റെ ഗ്രന്ഥങ്ങളെയും പുസ്തകങ്ങളെയും വാങ്ങാം, സ്വഭാവത്തെ വാങ്ങാൻ പറ്റൂല. അതേപോലെ മരുന്ന് വാങ്ങാം, പക്ഷേ ആ മരുന്നിന് പകരം ഉപയോഗിക്കുന്ന മസാജിങ് യന്ത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റും, പക്ഷേ ഷിഫയെ നമുക്ക് വാങ്ങാൻ സാധ്യമല്ല. പിന്നെ എവിടെയാണ് നമ്മൾ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടുന്നത്? പിന്നെ ഈ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടും ആര് മാത്രം? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ മനസ്സ് കാണിക്കുന്നവരാരോ അവരുടെ സമ്പത്ത് കൊണ്ട് അവർക്ക് നേട്ടമുണ്ടാകും. അള്ളാഹു അങ്ങനെ നേട്ടമുള്ള ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തരട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ മാസമാണ്. റബീഉൽ അവ്വൽ മാസമാണ്. ഹബീബിനെ സ്നേഹിക്കുന്ന ആശിഖീങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാവുന്ന മാസവുമാണ്. ഹബീബായ മഹാനായ മഅറൂഫുൽ കർഖി തങ്ങൾ പറയുന്നുണ്ടല്ലോ, മൻ ഹയ്യ ലി അജ്ലി ഖിറാഅത്തി മൗലിദി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ വജമഅ ഇഖ്വാനൻ വഔഖദ സിറാജൻ വലബിസ ജദീദൻ വതഅത്തറ വതജമ്മല തഅളീമൻ മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹശറഹു അല്ലാഹു തആല യൗമൽ ഖിയാമത്തി മഅൽ ഫിറഖത്തിൽ ഊല മിനൻ നബിയ്യീൻ വകാന ഫീ അഅലാ ഇല്ലിയീൻ. മഹാനായ മഅറൂഫുൽ കർഖി തങ്ങൾ പറയാം, ഒരാൾ റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി അല്പം സൗകര്യങ്ങൾ ചെയ്തു. അവർ നല്ല ഭക്ഷണം വെച്ച് കൊടുത്തു, ആളുകളെ വിളിച്ചു കൂട്ടി. അവരെന്ത് ചെയ്തു? തോരണങ്ങളും സിറാജൻ, അലങ്കാര വിളക്കുകൾ അഥവാ ലൈറ്റ് ഉപകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ വലബിസ ജദീദ, നല്ല പുതുവസ്ത്രം ധരിച്ചു. വതഅത്തറ, സുഗന്ധം പൂശി. വതജമ്മല, നല്ല സൗന്ദര്യത്തോടുകൂടെ നമ്മൾ അണിഞ്ഞൊരുങ്ങി. ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമ, അവനെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടപ്പെടുക. അമ്പിയാക്കളടക്കമുള്ള സംഘത്തിൻ്റെ ആദ്യമായിട്ട് പുനരുജ്ജീവിക്കുന്ന സംഘത്തിൻ്റെ കൂടെയായിരിക്കുമെന്ന് മാത്രമല്ല, അവരുടെ ആത്മാക്കൾ, അള്ളാഹു നല്ല ആളുകളുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന ഇല്ലിയീൻ എന്ന് പറയുന്ന സ്വർഗത്തിലെ ഉന്നതമായൊരു കാറ്റഗറി ഉണ്ട്, അവിടെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ കൂടെയായിരിക്കും. എന്തേ അവൻ ചെയ്യേണ്ടതുള്ളൂ? ഹബീബായ തങ്ങളോടുള്ള ഹുബ്ബ് അവൻ്റെ കൽബിലുണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്തോ, ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും അതിലൊക്കെ പങ്കാളികളാവുക. സാമ്പത്തികമായി സാധിക്കാത്തവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഹബീബിനോടുള്ള ഹുബ്ബുകൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുക. അത് നമ്മുടെ വിജയത്തിൻ്റെ നിദാനമാണ്. മഹാനാകുന്ന അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞതുപോലെ ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ എന്നാണ്. അഥവാ ഹബീബായ തങ്ങളെ മദ്ഹ് ചെയ്യലും അവിടുത്തെ ഇഷ്ക് വെക്കലും അതൊരു മനുഷ്യൻ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഹബീബിനെ സ്നേഹിക്കുന്ന ആശിഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു കുട്ടിയുടെ ഒരു കല്യാണമുണ്ട്. ഇൻഷാ അള്ളാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഏൽപ്പിക്കും. അതിനുശേഷം ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളെ മാറ്റിത്തരട്ടെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി
عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാഹ്, ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ എൻ്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല അല്ലാഹ്, ലിവർ സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാഹ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാഹ്, വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങളൊന്നും തന്നുകൊണ്ട് പാവങ്ങളായ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയോ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഹളറത്തിലേക്ക് ഈ മജ്ലിസിൻ്റെ സവാബിനെ എത്തിക്കണം അല്ലാഹുവേ. ഈ ആഴ്ചയിൽ മരണപ്പെട്ടു പോയ മുഹമ്മദ് റിഷാൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പൊന്നുമോൻ അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്, നിൻ്റെ സുഖലോക സ്വർഗത്തിൽ ഉന്നത പദവി നൽകണേ അല്ലാഹ്, ഷഹീദിൻ്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഈമാനും ക്ഷമയും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ഖൈറാത്തുകളും ഖബറിൽ നൽകണേ അല്ലാഹ്. ആ കുടുംബത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെല്ലാം മരണപ്പെട്ടവരുണ്ടോ അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, മർഹമത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് എന്നോട് ചോദിക്കുന്നു റഹ്മാനെ, അല്ലാഹുവേ, ഹബീബിനെ ഇഷ്ക് വെക്കുന്ന ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അവസാനം ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഞങ്ങളെ സക്കറാത്തിൻ്റെ നേരത്ത് ഞങ്ങളെ കാഴ്ചവെട്ടത്ത് മലായികത്തിൻ്റെ സാന്നിധ്യം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം ഞങ്ങൾക്ക് കാട്ടിത്തരണേ അല്ലാഹ്. അത് കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ ഭാഗ്യമുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, മാരക രോഗങ്ങളൊന്നും തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. തീരാത്ത കടങ്ങൾ തരല്ലേ അല്ലാഹ്, തീരാത്ത കടങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു നാണയത്തൊട്ട് പോലും കടമില്ലാതെ സന്തോഷത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വിനീതൻ്റെ സുഹൃത്ത് പട്ടാമ്പി സ്വദേശിയായ മുഹമ്മദ് ഷരീഫ് എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹുവേ രോഗശയ്യയിലാണ് റഹ്മാനെ. നീ കാവൽ നൽകണേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആശിഖീങ്ങളുള്ള കുടുംബമാണ്, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്ന കുടുംബമാണ്. അല്ലാഹുവേ, സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുന്യവിയും ഉഖറവിയുമായ ഖൈറുകൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് ക്ഷമയും ഈമാനും നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലും രോഗികളുണ്ട്, സലാമത്താക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഈ മഹല്ലത്തിനെ കാക്കണേ അല്ലാഹ്, ഇവിടുത്തെ യുവാക്കളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൻ്റെ സവാബിന് ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികളുടെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഇവിടെ നടക്കുന്ന മൗലിദിൻ്റെ മജ്ലിസിലേക്ക് മധുരം നൽകുന്ന ആളുകൾ അല്ലാഹുവേ ഓരോ ദിവസവും ഏറ്റെടുത്തവരുണ്ട്. അവർക്കൊക്കെ സ്വർഗീയ ഭക്ഷണം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ അവസരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പള്ളിയെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഇതിലേക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തന്നവരുണ്ട്. അല്ലാഹുവേ, ഖൈർ നൽകണേ അല്ലാഹ്. സ്വർഗത്തിലൊരു മാളിക തന്നെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണം
رحمن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد